ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമായിട്ട്, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇനി ഇടുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് ഉരുക്കി വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉരുക്കി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് നല്ല കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഓവറായിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ട് വരട്ടെ. അപ്പോൾ കാരമൽ ഈ ഒരു കളറായി കിട്ടിയാൽ അതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുത്ത പാലാവുമ്പോൾ എന്തായാലും മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാലൊഴിക്കുന്ന സമയത്ത് കാരമൽ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രശ്നമില്ല, അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അതൊക്കെ മെൽറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ കാരമലും പാലൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 3-3.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പാലൊക്കെ ഏകദേശം തിളക്കാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ശേഷം കോൺഫ്ലോർ മിക്സും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൈയെടുക്കാതെ തന്നെ ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് നല്ല മധുരം തന്നെ വേണം. മധുരം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പുഡിങ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മധുരം ടേസ്റ്റ് നോക്കിയിട്ട് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ കുറുകി കിട്ടണം. എന്നാൽ മാത്രമേ നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇതിലേക്ക് ചൈന ഗ്രാസും ജെലറ്റിനും ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ കോൺഫ്ലോറൊക്കെ ചേർത്ത കാരണം കൈയെടുക്കാതെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാൻ വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അഥവാ വേവിച്ചിട്ടും ലൂസായിട്ടാണ് ഈ ഒരു മിക്സ് ഉള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കുറച്ച് പാലിൽ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താലും മതി. അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തന്നെ കുറുകി കിട്ടണം. അപ്പോൾ മിക്സൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തണുത്താൽ ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പുഡിങ്ങിൻ്റെ പകുതി ഭാഗത്ത് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിൻ്റെ ചുറ്റുമായിട്ട് പൊരിയാവിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നട്ട്സൊക്കെ വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റും നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. നട്ട്സൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒരു പുഡിങ്ങിന് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.